വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന്. ഇതിനായിട്ട് മൈദ വേണ്ട, ഗോതമ്പ് വേണ്ട, അരിപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇതൊരു 1-2 എണ്ണം കഴിക്കുമ്പോഴേക്കും വളരെ ഫില്ലിങ്ങുമായിരിക്കും, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു 3 പൊട്ടറ്റോ ആണ്, വേവിക്കാത്ത പച്ച പൊട്ടറ്റോ. ഇതിനെ നമുക്ക് ചെറിയ ഗ്രേറ്ററിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3 എണ്ണം നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. വലിയ ഗ്രേറ്ററിലല്ല, ചെറുതിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ച് ഇതിനെ പിഴിഞ്ഞെടുക്കുക. ഒരു 3-4 പ്രാവശ്യം പിഴിഞ്ഞ് അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കളയുക. ഈ യെല്ലോ കളർ മാറി വൈറ്റ് ആവണ വിധത്തിൽ വരെ നമ്മൾ ചെയ്യുക. ഇതിലത്തെ സ്റ്റാർച്ച് ഒട്ടും ഉണ്ടാവരുത്. ഒരു 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അതവിടെ കിടക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞെടുക്കാം നമുക്ക്. പിഴിഞ്ഞെടുത്ത് വന്നതിലേക്ക് ഒരു 1/2 കപ്പ് ഒനിയൻ കട്ട് ചെയ്തതും, ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നല്ലോണം കുറച്ച് മല്ലിയുടെ ഇല, ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂണോളം എള്ള് നമുക്ക് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നല്ല ഫ്ലേവർ കൊടുക്കും ഇത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം വറുത്ത ജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തമ്മിലൊരു ബൈൻഡിങ് ഒക്കെ വരാനും ഹെൽത്തിനും വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, കോറയുടെ പൊടി. അത് നമ്മളിപ്പോൾ സാധാരണ റാഗിയൊക്കെ കലക്കിയല്ലേ കുടിക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് നന്നായി ഇനി അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തമ്മിലൊന്ന് ബൈൻഡ് ആവാനുള്ളത് മാത്രമേ ഇതിൽ റാഗി ഞാൻ ചേർക്കുന്നുള്ളൂ. റാഗിയും ഇതെല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അയൺ റിച്ചും കൂടിയാണ് ഇത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഞാൻ നോക്കിയപ്പോൾ അത് തമ്മിലൊരു ബൈൻഡിങ് പോരാ. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി റാഗിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊട്ടറ്റോ ഭയങ്കരമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ, ഇത് തമ്മിൽ ബൈൻഡ് ആവാനായിട്ട്. ഇതിലിപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ കൈകൊണ്ട് എടുത്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ അമർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി ആയിരിക്കും, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ടോ അതല്ലെങ്കിൽ കയ്യിൽ വെള്ളമാക്കിയിട്ടോ അങ്ങനെ അമർത്തി കൊടുക്കുക. ഒരുപാട് തിക്നെസ്സിൽ ചെയ്യരുത്, ഒരുപാട് തിന്നും ആവണ്ട. ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റൗണ്ടാക്കാൻ പറ്റുമെങ്കിൽ റൗണ്ടാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിച്ചാലും വളരെയധികം നല്ലതാണ്. അതല്ല കടലെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അതിനൊരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇതാ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. വളരെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. ഒരുപാട് തിക്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രം ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 2 സൈഡും ഇതാ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലേവറും എൻ്റെ മല്ലിയുടെയും ജീരകത്തിൻ്റെയും എള്ളിൻ്റെയൊക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള അയൺ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മുള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.